പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് ഈവനിംഗ്. ഹൈ ഫൈവ് ആരംഭിക്കുകയാണ്. നോക്കൂ, ഇന്ന് സംഭവിച്ച ഏറ്റവും വലിയ വാർത്ത, ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ പ്രവേശനം അനുവദിക്കണമെന്ന 2018 വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ പുതിയ 9-അംഗ ബെഞ്ച് വാദം കേൾക്കുമെന്നുള്ളതാണ്. നേരത്തെ രൂപീകരിച്ചിരുന്ന 9-അംഗ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ് സുപ്രീം കോടതിയിൽ അവശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയ ബെഞ്ച് രൂപീകരിക്കുന്നത്. വാദം കേൾക്കൽ അടക്കമുള്ള തുടർ നടപടികളും ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ച് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ വിഷയമാണ് ഇന്ന് ഹൈ ഫൈവ് കാര്യമായി തന്നെ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. തിരിയുമോ തിരുത്തുമോ? പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് ഇന്നത്തെ കോടതി കാര്യങ്ങളിൽ നിന്നും തുടങ്ങാം. നോക്കൂ, പുനഃപരിശോധനാ ഹർജിക്കാരുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും കക്ഷികളുടെയും ഒക്കെ വാദം ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 9 വരെ കേൾക്കുമെന്നാണ് ഇന്ന് കോടതി അറിയിച്ചിരിക്കുന്ന കാര്യം. ഇനി എതിർക്കുന്നവരുടെ വാദങ്ങൾ ഏപ്രിൽ 14 മുതൽ ഏപ്രിൽ 16 വരെ കേൾക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 21 മറുപടി സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 22 ഈ വാദം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിൽ കോടതി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ഇനി 9-അംഗ ബെഞ്ചിലെ അംഗങ്ങളെ ചീഫ് ജസ്റ്റിസ് പ്രത്യേക ഉത്തരവിലൂടെയാവും അറിയിക്കുക. വിധി പുനഃപരിശോധിക്കുന്നതിനെ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കുന്നു എന്ന് ഇന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. ആ കാര്യം ഏറെ ശ്രദ്ധേയവുമാണ്. സംസ്ഥാന സർക്കാരിന്റെ നിലപാടായിരിക്കും ഇനി ഈ വിഷയത്തിൽ ഏറെ പ്രധാനമായിട്ടും വരിക. ഇനി പറയുന്ന പോലെ ഈ വിഷയം 9-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ആരൊക്കെ ഈ കേസിൽ വാദം കേൾക്കുമെന്നുള്ളത് നിർണായകമാണ്. വിശാല ബെഞ്ചിന് മുന്നിൽ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 7 ചോദ്യങ്ങളാണുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് 7 ചോദ്യങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനം, ഒന്നാമത്തേത് മതസ്വാതന്ത്ര്യവും അതിനെ അടിസ്ഥാനമാക്കിയുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നോക്കൂ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് 10-നും 50-നും വയസ്സ്, ആ ഒരു പ്രായപരിധിയുണ്ട്. ഈ പ്രായപരിധിക്കുള്ളിലുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുക, അത് ഭരണഘടന നൽകിയ സമത്വ അവകാശത്തെയും മതസ്വാതന്ത്ര്യത്തെയും ലംഘിക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കലാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം. മതസ്വാതന്ത്ര്യത്തെയും ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് ഇതിൽ ഒന്നാമത്തേത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ പരിഗണനാ വിഷയം എന്ന് പറയുന്നത് മതസംഘടനകളുടെ സ്വയം ഭരണാവകാശമാണ്. നോക്കൂ, ഒരു മതവിഭാഗത്തിന് സ്വന്തം ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ അവകാശമുണ്ടോ എന്ന് ഈ വിശാല ബെഞ്ച് പരിശോധിക്കും. ഒപ്പം ശബരിമല ആചാരം അത് മതപരമായ അനിവാര്യ ആചാരമാണോ എന്നതും പരിശോധിക്കുന്നുണ്ട് ഈ ബെഞ്ച്. അതായത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന കാര്യം വിശദമായി ഈ ബെഞ്ച് പരിശോധിക്കും. അടുത്ത ചോദ്യം, അടുത്ത പരിഗണനാ വിഷയം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25-ഉം 26-ഉം വ്യാഖ്യാനം നടത്തുക എന്നുള്ളതാണ്. ഇതിലെന്താ പറഞ്ഞു നോക്കുന്നത്? ഇതിൽ വ്യക്തിയുടെ മതസ്വാതന്ത്ര്യം, അതാണ് ആർട്ടിക്കിൾ 25-ൽ പറയുന്നത്. മതസ്ഥാപനങ്ങളുടെ സ്വയം ഭരണം, അത് ആർട്ടിക്കിൾ 26-ൽ പറയുന്നു. ഇവ തമ്മിലുള്ള ബന്ധവും പരിധിയും എന്താണെന്ന് നിർണ്ണയിക്കുക എന്നുള്ളതും വിശാല ബെഞ്ചിനുമേൽ ചുമത്തിയിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി മറ്റൊന്ന് ലിംഗസമത്വവും വിവേചനവുമാണ്. അതായത് സ്ത്രീകളെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നിഷേധിക്കുന്നത് ലിംഗവിവേചനമാണോ എന്നൊരു വിലയിരുത്തൽ, ആ കാര്യം കൂടുതൽ ഈ വിശാല ബെഞ്ച് പരിശോധിക്കും. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ടെസ്റ്റ് ആണ്. അതായത് ഒരു മതാചാരം ഭരണഘടന സംരക്ഷിക്കുന്നതാണോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡങ്ങൾ വീണ്ടും വിലയിരുത്തുക എന്നുള്ളതാണ് വിശാല ബെഞ്ചിന് മുന്നിലുള്ള മറ്റൊരു കാര്യം. ഇനി മറ്റ് മതസ്ഥാപനങ്ങളിലെ സമാന വിഷയങ്ങളുണ്ട്. അതായത് ഈ കേസിലെ വിധി, അതായത് ശബരിമല കേസിലെ വിധി, അത് മറ്റു മതങ്ങളിലെയും ആരാധനാലയങ്ങളിലെയും സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബാധകമായിരിക്കുമോ എന്നുള്ള കാര്യവും ഈ ബെഞ്ച് പരിശോധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പല കേസുകളും കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഒരു കേസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു കേസിൻ്റെ വിധി, അതിനെ അടിസ്ഥാനമാക്കി ഏറെക്കുറെ ഇതുമായിട്ട് ചേർന്നു പോകുന്ന മറ്റൊരു വിഷയം ഉരുത്തിരിയുകയാണെങ്കിൽ ഈ വിധിയെ പരാമർശിച്ചുകൊണ്ട് മറ്റൊരു വിധിക്കും സമാനമായ ഉത്തരവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇതിൽ ആപ്ലിക്കബിൾ ആണോ? ശബരിമലയിൽ ഒരു വിധി വന്നാൽ അത് ഈ സമാനമായ ആചാരങ്ങളൊക്കെയുള്ള മറ്റൊരു ക്ഷേത്രത്തിനും കൂടി ബാധകമാകുമോ എന്ന കാര്യം കൂടിയാണ് വിശാല ബെഞ്ച് പരിശോധിക്കുന്നത്. അടുത്തത് ഭരണഘടനാ മൂല്യങ്ങളും മതപരമായ ആചാരങ്ങളും തമ്മിലുള്ള ബാലൻസ് പരിശോധിക്കുക എന്നുള്ളതാണ്. അതായത് ഇതിൽ പറയുന്നത് സമത്വം, വ്യക്തി സ്വാതന്ത്ര്യം, മതവിശ്വാസം എന്നിവ തമ്മിൽ എങ്ങനെ സമന്വയം കൊണ്ടുവരാം എന്നുള്ളതാണ് പരിഗണിക്കുന്ന മറ്റൊരു കാര്യം എന്നുള്ളത്. അതായത് ഈ വിഷയം ഇനിയിപ്പോൾ വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അതിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണല്ലോ പ്രധാനം. ഇപ്പോൾ സർക്കാർ നൽകിയ
സത്യവാങ്മൂലം എന്തായിരുന്നു, ഇപ്പോൾ കോടതിയിൽ നിലനിൽക്കുന്ന സത്യവാങ്മൂലം എന്തായിരുന്നു, അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് കൂടി നമുക്ക് നോക്കിയേക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തേത് ഈ സ്ത്രീ പ്രവേശനം അനുവദിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന്, എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിക്കാൻ അവകാശം ഉണ്ട് എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഈ സത്യവാങ്മൂലത്തിൽ സർക്കാർ നിലപാട് സ്വീകരിച്ചു. മറ്റൊന്ന്, ലിംഗസമത്വം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തടയുന്നത് സമത്വ അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന ലിംഗസമത്വം സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്ന് ഇതിൽ ലിംഗസമത്വം സംരക്ഷിക്കുക എന്നതിന് കീഴിൽ ഈ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊന്ന്, മതാചാരം എന്ന പേരിൽ വിവേചനം അനുവദിക്കരുത് എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ശബരിമലയിലെ സ്ത്രീ പ്രവേശന നിരോധനം അത് അനിവാര്യ മതാചാരം ആയി കണക്കാക്കാനാവില്ല എന്ന കാര്യം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ അനിവാര്യമായ മതാചാരമായി കണക്കാക്കാനാവില്ല, അതിനെയാണ് നമ്മൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുക. അപ്പം അതിൽ അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല എന്നാണ് സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, കോടതി വിധി നടപ്പാക്കും എന്ന ഉറപ്പ് നൽകുകയാണ്. അതായത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നൽകുന്ന വിധി അത് സർക്കാർ കർശനമായും നടപ്പാക്കിയിരിക്കും എന്നൊരു ഉറപ്പ് കൂടി ഈ സത്യവാങ്മൂലത്തിൽ സർക്കാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ നടന്നത്. നേരത്തെ സർക്കാർ നൽകിയ സത്യവാങ്മൂലവും ഇനി വിശാല ബെഞ്ചിലേക്ക് വിടുമ്പോൾ അവരുടെ പരിഗണനയിലുള്ള കുറച്ച് വിഷയങ്ങൾ നമ്മൾ നോക്കിയത്. ഇനി